നിസ്സഹായരായ ജനം. സർക്കാരുകൾ നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന് സംശയിക്കുന്ന ജനം. അങ്ങനെ ജനങ്ങൾ സംശയിക്കാൻ കാരണമുണ്ട്. സുപ്രീം കോടതിയിൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിൻ്റെ എന്ന് ഈ ഡാം നിർവീര്യമാക്കും എന്ന് പറയണം എന്നുള്ള എൻ്റെ അപേക്ഷയ്ക്ക് കേരള സർക്കാർ പിന്തുണയ്ക്കുന്നില്ല. അതാണ് ജനങ്ങൾക്ക് സംശയം. ആരുമില്ലാത്ത അവസ്ഥ. കേന്ദ്ര സർക്കാരും പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഒറ്റപ്പെട്ടോ ആരുമില്ലാത്ത അവസ്ഥയിലാണോ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ കേസിൽ കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയും ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് 2 സെന്റൻസ് പറഞ്ഞൊരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരും. അതുപോലെ കേന്ദ്ര സർക്കാരും ചെയ്യാവുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ, അതായത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല, അതിന്റെ ചിലവ് കേന്ദ്ര സർക്കാർ വഹിച്ചുകൊള്ളാം എന്ന് 2 സെന്റൻസ് പറഞ്ഞൊരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ വിഷയം ഒറ്റ ദിവസം കൊണ്ട് തീരും. കാരണം അത്തരം ഒരു ആവശ്യത്തെ സുപ്രീം കോടതിക്ക് തിരസ്കരിക്കാനാവില്ല. പക്ഷെ 2 സർക്കാരുകളും അത് ചെയ്യുന്നില്ല എന്നതിലാണ് ഈ നാട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഈ നാടിനെ സഹായിക്കാൻ ആരുമില്ല, ആരും നമ്മളെ രക്ഷിക്കില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഞാൻ പ്രൈം മിനിസ്റ്ററെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായ change.org അതിൽ പോസ്റ്റ് ചെയ്ത പെറ്റീഷന്റെ പ്രസക്തി. അതിലിപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. അതിൽ 1/2 കോടി ജനങ്ങളെങ്കിലും ആ പെറ്റീഷൻ ഒപ്പിട്ടാൽ ആ പെറ്റീഷന്റെ പ്രസക്തി വർദ്ധിക്കും. 1/2 കോടി ആളുകൾ ഒപ്പിട്ട ഒരു പെറ്റീഷനെ ആർക്ക് തിരസ്കരിക്കാൻ കഴിയും? കാരണം ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ തിരസ്കരിക്കാനാവില്ല. കാരണം ഇത്തരം ഒരു പെറ്റീഷൻ അത് ഒരു ഓൺലൈൻ പെറ്റീഷനാണ്. ആർക്കും അതിൽ കയറി നോക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു കമന്റോട് കൂടിയാണ് അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളത്. ആർക്കും ആ കമന്റ് വായിക്കാം. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ, അതിന് തമിഴരെന്നോ മലയാളിയെന്നോ ഹിന്ദിക്കാരെന്നോ വെള്ളക്കാരെന്നോ കറുത്ത വർഗ്ഗക്കാരെന്നോ ഭേദമില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഡാം 130 വർഷമായി. മേഘവിസ്ഫോടനമുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത മഴയെല്ലാം വനം വലിച്ചു, ഒരു സ്പോഞ്ച് കണക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീഴുന്ന ഓരോ തുള്ളി വെള്ളവും ഒഴുകും ഡാമിലേക്ക്, നദികളിലേക്ക്. ക്ലൗഡ് ബേഴ്സിങ്ങിന്റെ കാലത്ത്, മേഘവിസ്ഫോടനത്തിന്റെ ഈ കാലത്ത് അത്തരം ഒരു മഴ ഒരു ദിവസം പെയ്താൽ അത് കേരളത്തിലെ ഏത് ഡാമിനാണ് താങ്ങാൻ കഴിയുക? ഉരുൾപൊട്ടലുകൾ ഉണ്ടക്കയിലും ചൂരൽമലയിലും മാത്രം നിൽക്കുമോ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കില്ലേ? ഡിസാസ്റ്റർ സംവിധാനങ്ങളെല്ലാം വലിയ പരാജയമാണ് എന്ന് 5-6 ദിവസമായിട്ടും നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു. നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അന്താരാഷ്ട്ര നിലവാരത്തിലില്ല. ട്രെയിൻഡ് പേഴ്സൺസ് ഇല്ല. എർത്ത് മൂവേഴ്സ് ആവശ്യത്തിനില്ല. ഒരു ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ആർമിയാണ്. നമ്മുടെ ഡിസാസ്റ്റർ സംവിധാനത്തിന് അത് കഴിഞ്ഞില്ല. ഫ്ലാഷ് ലൈറ്റ് ഇല്ല. എന്തിനേറെ പറയുന്നു, വെള്ളത്തിന്റെ അടിയിൽ അടിച്ചു നോക്കാൻ ഒരു ടോർച്ച് പോലും. അപ്പൊ അത്തരം ഒരു സംവിധാനം ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കും എന്ന് യാതൊരു പ്രതീക്ഷയ്ക്കും അവകാശമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആകെ എനിക്കുള്ളൊരു പ്രതീക്ഷ, സുപ്രീം കോടതിയിലെ ഈ നാടിന് വേണ്ടിയുള്ള കേസിനെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ, ഒറ്റ ദിവസം കൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് തീരും എന്ന് ഉറപ്പുണ്ടായിട്ട് കൂടി കേരള സർക്കാർ പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ ആകെപ്പാടെ ആശ്രയം ഈ പെറ്റീഷനാണ്. ഈ പെറ്റീഷനെ അത് ഓൺലൈനിലായതുകൊണ്ട് ആർക്കും നിഷേധിക്കാനാവില്ല. ഏതു കാലത്തും ഈ പെറ്റീഷന്റെ പ്രസക്തി അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ലോക മലയാളികളോടാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ പെറ്റീഷന്റെ ഭാഗമാവുക. നിങ്ങളുടെ പ്രതിഷേധം ഒരു സിഗ്നേച്ചറായിട്ട് ഈ പെറ്റീഷനിൽ രേഖപ്പെടുത്തുക. നാം എല്ലാവരും എത്രയോ പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിൽ പോയി വോട്ട് നിന്ന് ഓരോരുത്തരെ വിജയിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു രാഷ്ട്രീയവും നമ്മുടെ രക്ഷയ്ക്ക് വരാത്ത സാഹചര്യത്തിൽ ആകെയുള്ള ഒരു പ്രതീക്ഷ ഈ പെറ്റീഷൻ നേതാക്കളെ ചലിപ്പിക്കും. എഡമന്റായ ആൾക്കാരെ പ്രശ്നപരിഹാരത്തിലേക്ക് നിർബന്ധിതരാക്കും. ഇത് നമ്മുടെ അവസാനത്തെ ആശ്രയമാണ് എന്ന് എന്നെ കേൾക്കുന്ന മലയാളികൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി, ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ
നമുക്ക് വേറൊരു മാർഗമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഈ പെറ്റീഷന്റെ ഭാഗവാക്കാകണം. ഇതിൽ ഒപ്പിടുന്നതിലൂടെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ സഹോദരന്മാരുടെ സർവോപരി കാണുന്നതും കാണാത്തതുമായ സകല ജീവിവർഗങ്ങളുടെ ഈ നാടിന്റെ സംസ്കാരത്തെ, ഭാഷയെ, ഈ നാടിനെ തന്നെയും നിലനിർത്താൻ ആവശ്യമായ പ്രേരക ശക്തിയെ ആണ്. അതുകൊണ്ട് എന്തൊക്കെ തിരക്കുണ്ടായാലും ഈ പെറ്റീഷനിൽ ഒപ്പിടുക. അതിലൊരു ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ഷെയറിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ പെറ്റീഷൻ എത്തിക്കുക. ഈ പെറ്റീഷൻ change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്. അവർ ഒരുപക്ഷെ ഡൊണേഷൻസ് ചോദിച്ചേക്കാം. അത് എനിക്കാണോ എന്ന് വിചാരിച്ച് പലരും ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് 5 പൈസ പോലും കിട്ടില്ല. അത് ഗ്ലോബൽ ഈ change.org-ക്കാണ് പോകുന്നത്. അത് ഒഴിവാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പിടാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. QR കോഡും ഈ വീഡിയോടൊപ്പം തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാലും കിട്ടും. സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ. സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഈ പെറ്റീഷൻ അടുക്ക റസൽ ജോയ്സ് പെറ്റീഷൻ എന്ന് ഉറപ്പ് വരുത്താം. നിങ്ങൾ പല ഫേക്ക് പെറ്റീഷൻസും നമ്മളെ വലിപ്പിക്കാൻ വേണ്ടിയുള്ള പല പെറ്റീഷൻസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും തെറ്റിദ്ധരിക്കപ്പെട്ട അത്തരം പെറ്റീഷൻസിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുക്ക റസൽ ജോയുടെ പെറ്റീഷൻ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ പെറ്റീഷനിൽ നിങ്ങൾ ഒപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശ്രമം തീർച്ചയായും വിജയിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.